ഗുഡ് മോർണിംഗ്. അപ്പോൾ ദേ നമ്മളുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ നമ്മളുടെ വീട്ടിലെ സ്വന്തം തക്കാളിയും നമ്മളുടെ വീട്ടിലുണ്ടായ തക്കാളിയാണ് കേട്ടോ. നമ്മളുടെ വീട്ടിലെ തക്കാളിയും നമ്മളുടെ വീട്ടിലെ കോഴിമുട്ടയും വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കടയിൽ നിന്ന് മേടിച്ച സവോളയും ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ കുരുമുളക് പൊടിച്ചത് കൂടി ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പച്ചമുളകൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ കയ്യിൽ ഫുൾ വെട്ട് കിട്ടിയ പാടാണ് കേട്ടോ. വെട്ട് കിട്ടിയ പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂമ്പരിഞ്ഞതാണ്, അതാണ് കേട്ടോ കറിയായിട്ടിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ അതേ എനിക്ക് ഫിംഗർ ക്യാപ്പ് ഇടുന്ന സ്വഭാവമേ ഇല്ല. അപ്പോൾ പിന്നെ എൻ്റെ നമ്മളുടെ എന്ത് ഫിംഗറാണത്, ചൂണ്ടുവിരൽ, ആ സംഭവത്തിൽ എപ്പോഴും ഇങ്ങനെ പാടുണ്ടാവും കേട്ടോ. അപ്പോൾ വല്ലപ്പോഴും കൂമ്പും കായും ഒക്കെ വാഴക്കായും ഒക്കെ ഞാനാണ് എടുക്കുന്നത്. പിന്നെ മമ്മിയാണ് എടുക്കുന്നത്. മമ്മി ഫിംഗർ ക്യാപ്പൊക്കെ ഇടാറുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ എടുക്കുന്നത്, എനിക്ക് മടിയാണ് കേട്ടോ ഫിംഗർ ക്യാപ്പ് ചെയ്യാൻ. ചെറുപ്പം മുതലേ ഞാൻ കുക്ക് ചെയ്യാൻ പഠിച്ച സമയത്ത് കത്തി യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ട് ഫിംഗർ ക്യാപ്പ് ഇടാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ എപ്പോഴും ഇങ്ങനെ പാട് വരും കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ, ഇത് ഞാനൊരു വൈകുന്നേരം അല്ല കേട്ടോ, ഒരു 11 മണിക്ക് കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വെറുതെ ഇങ്ങനെ വീട്ടിൽ ബോറടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കും എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചാലോ എന്ന് വിചാരിക്കും. അങ്ങനെ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് നോക്കും. ഒരു 2-3 ഐറ്റംസൊക്കെ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ നോക്കും കേട്ടോ. എന്നിട്ട് ഞാൻ വിചാരിക്കും അതേപോലെ ഉണ്ടാക്കിയാലോ എന്നൊക്കെ കരുതി അടുക്കളയിലേക്ക് വരും. പക്ഷെങ്കിൽ വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതുപോലെയൊക്കെ ഉണ്ടാക്കാൻ മടിയായിരിക്കും. പിന്നെ എൻ്റേതായിട്ടുള്ളൊരു രീതിയിൽ ഞാനങ്ങ് ഉണ്ടാക്കും. പിന്നെ നമ്മളുടെ വീട്ടിൽ ഈ വീഡിയോയിലൊക്കെ കാണുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാവണമെന്നൊന്നുമില്ല. പിന്നെ ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി അങ്ങ് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കും. പിന്നെ നമ്മൾ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ. അപ്പം സംഗതി ബ്രെഡും ഏതായാലും എക്സ്പയർ ആവാൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡ് കൊണ്ട് പുഡിങ് ഉണ്ടാക്കിയാലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ മടി കാരണം ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പം ഞാൻ ബ്രെഡ് വെച്ചിട്ട് ഒരു സാൻഡ്വിച്ചോ ബർഗറോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ, അങ്ങനെയൊക്കെ പേരിട്ട് വിളിക്കാം. അപ്പോൾ എത്രയേ ഉള്ളൂ, ബ്രെഡും മുട്ടയും. ബ്രെഡ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് വെച്ചിട്ട് എന്ത് വേണമെങ്കിലും കാണിക്കാമല്ലോ അല്ലേ. നമ്മൾ ഈ ബ്രെഡിലും മുട്ടയിലും ആണല്ലോ കൂടുതൽ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ ബട്ടർ ഇരിക്കുന്നുണ്ടായിരുന്നു. ബട്ടർ എപ്പോഴും സ്റ്റോക്ക് കാണും കേട്ടോ. അപ്പം നമ്മൾ ആദ്യമേ മുട്ടയ്ക്കകത്തിലോട്ട് കുറച്ച് ഉപ്പും മാത്രം ഇട്ട് മുട്ട നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. വീട്ടിലെ മുട്ടയായതുകൊണ്ട് ഒരല്പം ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. നമ്മൾ കടയിലെ ഈ മുട്ടയിലോ ഭയങ്കര വൈറ്റ് കളറിലിരിക്കുന്ന മുട്ട, അതിനത്രയും ടേസ്റ്റ് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഈ വീട്ടിലെ ഈ മുട്ടയ്ക്ക് ഭയങ്കര രുചിയാണ് കേട്ടോ. വീട്ടിൽ കോഴിയുള്ളത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അത് മുട്ടയിട്ട് തരുന്നത് അതിലേറെ ഭാഗ്യമായിട്ട് കരുതുന്നു കേട്ടോ. എന്നിട്ട് സവോള നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോയും കട്ട് ചെയ്തെടുക്കുക. ബ്രെഡിൽ ഇതുപോലെ ബട്ടർ നമ്മളുടെ തവയിൽ തൂത്തിട്ട് ബ്രെഡ് ഒന്ന് മുരിച്ചെടുക്കുക. എന്നിട്ട് നമ്മളുടെ സവോള കട്ട് ചെയ്ത് വെച്ചത് കൊടുക്കുക, നമ്മളുടെ തക്കാളി കട്ട് ചെയ്ത് വെച്ചത് കൊടുക്കുക, അതിൻ്റെ മുകളിൽ അടുത്ത ബ്രെഡ് വെക്കുക കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ വെച്ച് ഒന്ന് മുരിച്ചിങ്ങെടുക്കുക. വേണമെങ്കിൽ കുറച്ച് ബട്ടർ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ടേസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒരു കമൻസും വരാറില്ല. വല്ലപ്പോഴും കാണാൻ വന്നേലായി. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലേ. കമൻസൊക്കെ കാണുമ്പോൾ എന്താണ് മറ്റുള്ളവരുടെ വീട്ടിലും നമ്മളുടെ വീട്ടിലെ പോലെയാണോ നടക്കുന്നതെന്നൊക്കെ അറിയാൻ ആഗ്രഹവും അറിയുമ്പോഴുള്ളൊരു സന്തോഷവും. അപ്പോൾ ഇതേ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മമ്മി പറഞ്ഞത് ഭംഗിക്ക് വേണ്ടി കുറച്ച് സ്പ്രിംഗ് ഒനിയനും ഒക്കെ ഇട്ടോളാൻ. സ്പ്രിംഗ് ഒനിയൻ ആണോ എന്നിട്ട് അത് സ്പ്രിംഗ് ഒനിയനാണെന്ന് തോന്നുന്നു. മല്ലിയിലെ സ്പ്രിംഗ് ഒനിയനും നമ്മുടെ വീട്ടിലുണ്ട്. രണ്ടും ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ആ ഒരു ഇതിൽ ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പോൾ സംഗതി സ്പ്രിംഗ് ഒനിയൻ തന്നെയാണ്. സ്പ്രിംഗ് ഒനിയൻ വീട്ടിൽ ചീത്തയാകാറായിരിക്കുന്ന ഉള്ളിയെല്ലാം നമ്മൾ കളയത്തില്ല കേട്ടോ, വെളിയിൽ കൊണ്ടുപോയി കുഴിച്ചിടും. അപ്പം നല്ല സ്പ്രിംഗ് ഒനിയൻ കിട്ടും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും വിശ്വാസമാണല്ലോ വീട്ടിലുണ്ടായി നിൽക്കുന്നത്. മാക്സിമം വീട്ടിൽ ഇതുപോലെ കറിവേപ്പില, സ്പ്രിംഗ് ഒനിയൻ, മല്ലിയില ഇതൊക്കെ വീട്ടിൽ തന്നെ ഇടുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ പഴയതാവുന്ന കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചമുളക്, നമ്മളുടെ വറ്റൽമുളക് അതെല്ലാം ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് പാകും കേട്ടോ. മുറ്റത്ത് നല്ലതുപോലെ ഉണ്ടാകാറുണ്ട് കേട്ടോ. എൻ്റെ കൃഷിയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെല്ലാവരെയും കാണിക്കാറുണ്ടല്ലോ. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. ഒരു യമ്മി ടേസ്റ്റി ബട്ടറൊക്കെ ഇട്ട് നല്ല മൊരിഞ്ഞ അടിപൊളി ഒരു സാൻഡ്വിച്ച് എന്ന് പറയാമോ അതോ ബർഗറോ എന്ത് വേണമെങ്കിലും പേരിട്ടോളൂ. അപ്പോൾ സംഗതി സൂപ്പറാണ്. ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബ്രെഡും ബട്ടറും മുട്ടയൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അതെന്തെങ്കിലുമൊക്കെ കാണിച്ച് ഇങ്ങനെയാക്കി കഴിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് തൊട്ടേ.